JS മീഡിയ മലയാളം ക്രിസ്ത്യൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട പ്രതീഷ് ജോസഫച്ചനുണ്ട്. ഇന്നത്തെ വിഷയം മദ്യപാനത്തെക്കുറിച്ചാണ്. മദ്യപാനം ഒരു രോഗമാണോ? ഇത് ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുമോ? മദ്യപാനം എങ്ങനെയാണ് കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അച്ഛനോട് തന്നെ നേരിട്ട് ചോദിക്കാം. അച്ഛൻ്റെ മറുപടി പ്രതീക്ഷിക്കുന്നു. സ്വാഗതം. സ്വാഗതം. മദ്യപാനം, അതാണല്ലോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇന്നത്തെ വിഷയം. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു രോഗമാണ് മദ്യപാനം. നമ്മൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്. മദ്യം കഴിക്കുന്നു, അവർക്ക് സന്തോഷം ഉണ്ടാകുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നാൽ ഈ മദ്യപാനം എന്നൊരു ഹാബിറ്റ് അതൊരു രോഗമായി ബ്രെയിനിനെ അഫക്റ്റ് ചെയ്ത്, ഫാമിലി അഫക്റ്റ് ചെയ്ത്, സമൂഹത്തെ അഫക്റ്റ് ചെയ്ത്. സോ ഇറ്റ് ഈസ് എ പേഴ്സണൽ ഡിസീസ്. ഇറ്റ് ഈസ് ബിക്കമിങ് എ പേഴ്സണൽ ഡിസീസ്. ഇറ്റ് ഈസ് ബിക്കമിങ് ഫാമിലി ഡിസീസ്, ഓൾസോ സോഷ്യൽ ഡിസീസ്. ആദ്യം നമുക്ക് ശരീരത്തെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. പിന്നെ നമുക്ക് കുടുംബത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. പിന്നെ സമൂഹത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. മദ്യപാനം എന്ന് പറയുമ്പോൾ വി ഡ്രിങ്ക് എ കെമിക്കൽ ആൽക്കഹോൾ ഓർ ആൽക്കഹോളിക് കണ്ടന്റ് വിച്ച് ഈസ് നോട്ട് എ നാച്ചുറൽ സ്റ്റഫ്. ഒരു സാധാരണ ജ്യൂസ് പോലെയുള്ള കാര്യമല്ല. അപ്പോൾ ഈ മദ്യപാനം അല്ലെങ്കിൽ മദ്യം കഴിക്കുമ്പോൾ ഇത് നമ്മുടെ തലച്ചോറിനെയാണ് ആദ്യം അഫക്റ്റ് ചെയ്യുന്നത്. മദ്യം കഴിക്കുമ്പോൾ എന്ത് ഫീലിംഗ് ഉണ്ടാകുന്നത്? സാധാരണ കഴിച്ചിട്ടില്ലായിരിക്കും, എന്നാലും കഴിക്കുമ്പോൾ നമുക്കൊരു ഹാലൂസിനേറ്റഡ് ഫീലിംഗ് വരും. നമ്മളെവിടെയോ അങ്ങനെ സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഫീലിംഗ് ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള പല എങ്ങനെയാണ് ഈ ഫീലിംഗ് ഉണ്ടാകുമെന്ന് അറിയാമോ? ഇത് കഴിച്ചാൽ ഉടനെ ഇത് ശരിക്കും എവിടെയാണ് ബാധിക്കുന്നത്? ഇത് കരളിനെ ബാധിക്കാറുണ്ട്. ആദ്യം തലച്ചോറിനെ ബാധിച്ചിട്ടായിരിക്കും. തലച്ചോറിനെയാണ് ഇത് ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ ഈ കെമിക്കൽ സബ്സ്റ്റൻസ് തലച്ചോറിനകത്തേക്ക് ചെല്ലും. തലച്ചോറിനകത്തേക്ക് ചെന്നിട്ട് അവിടെ നമുക്ക് ഡോപ്പമിൻ എന്നൊരു ഹോർമോൺ ഉണ്ട്, ഹാപ്പി ഹോർമോൺ. ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ ഡോപ്പമിൻ അങ്ങോട്ട് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സന്തോഷിക്കും, ആഹാ ആ ഒരു ഫീലിംഗ് ഉണ്ടാവും, ഒരു ഹാലൂസിനേറ്റഡ്. അപ്പോൾ ഈ ഡോപ്പമിൻ നല്ലതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സന്തോഷം തോന്നും. അപ്പോൾ നമ്മൾ കരുതും ഇത് കുടിച്ചാൽ കൊള്ളാമല്ലോ, നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ ചിന്തിക്കും ഇത് റിയൽ ആണ്. ചിന്തിക്കും ഒരു റിയൽ ഡോപ്പമിൻ ബ്രെയിൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ 100 മടങ്ങ് അല്ലെങ്കിൽ 1000 മടങ്ങ് എഫക്റ്റിലാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കുറച്ച് കഴിയുമ്പോൾ ഈ ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ നിൽക്കും. കുറച്ച് മിനിറ്റ് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് വീണ്ടും പഴയ പോലെ ആവും. വീണ്ടും പഴയ ഓർമ്മകൾ, പഴയ വിഷമങ്ങൾ. അപ്പോൾ തോന്നും കൊള്ളാമല്ലോ, അത് വീണ്ടും കുടിച്ചാലോ. അപ്പോൾ വീണ്ടും കുടിക്കും, വീണ്ടും ഡോപ്പമിൻ ഉണ്ടാകുന്നു. ഈ ഡോപ്പമിൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിന് വേണ്ടി വീണ്ടും കുടിച്ചുകൊണ്ടേ. ഇങ്ങനെയാണ് കുടിച്ച് അഡിക്ഷൻ ആകും. തുടങ്ങുമ്പോൾ രസമായിട്ട് തുടങ്ങുന്നതാണ്. ഇത് രസമാണ്. ഇത് കുടിച്ചു കഴിയുമ്പോൾ ഒരു സുഖം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു പാർട്ടിക്ക് വേണ്ടി, കമ്പനിക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ഒരു പെഗ്, അല്ലെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിന് ഇടയ്ക്കുന്ന സന്തോഷത്തിന് തുടങ്ങുന്നതാണ്. എന്നാൽ ഇത് എല്ലാ മനുഷ്യനും ഒരുപോലെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ കരുതും ചിലരൊന്നും കുടിക്കുന്നില്ലല്ലോ, ചിലർ വല്ലപ്പോഴും കുടിക്കുന്നുള്ളല്ലോ, ചിലർ കുടിക്കുന്നേ ഇല്ലല്ലോ. എല്ലാ മനുഷ്യൻ്റെയും കപ്പാസിറ്റി ഒരുപോലെയല്ല. ചില മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ പറ്റും, ചില മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അത് അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി പോലെ ആയിരിക്കും. എന്നും പറഞ്ഞ് നമുക്ക് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഒന്ന് പേഴ്സണലായിട്ട്, ഒന്ന് ഇത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും. ബ്രെയിനിന്റെ ഗ്രോത്ത്, ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യും, ബ്രെയിനിന്റെ ഫങ്ഷൻസിനെ അഫക്റ്റ് ചെയ്യും. ആ സമയത്താണ് ഇതൊരു രോഗമായിട്ട് മാറുന്നത്. അന്നേരം രോഗമാവത്തില്ല. ഞാൻ പറയാം, ഗ്രാജുവലി രോഗമാകുന്നത്. 1 കുടിച്ചു, 5 കുടിച്ചു, 10 കുടിച്ചു, ഇതൊന്നും രോഗമാവുന്നില്ല. കുറെ കഴിയുമ്പോൾ ഇതിന്റെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും. ഇതിന്റെ ബ്രെയിനിന്റെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. ഈ ഹോർമോൺസിന്റെ ഒക്കെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇതിന്റെ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യും. ഇതിന്റെ പ്രൊഡക്ഷനെ അല്ലെങ്കിൽ ഇതിന്റെ യൂസിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം താളം തെറ്റും. അങ്ങനെയാണ് മാനസിക രോഗിയായിട്ട് മാറുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ മനുഷ്യൻ മാനസിക രോഗിയാകും. അതായത് മാനസിക രോഗി ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ, മദ്യപാനം മാത്രമല്ല, ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന എന്ത് സബ്സ്റ്റൻസ് യൂസ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ഈ മനുഷ്യൻ മാനസിക രോഗിയാവും. അത് ആദ്യമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല, കണ്ടിന്യൂസ് ആയിട്ട്. വല്ലപ്പോഴും ഒക്കെ ചെറുതായി ഉപയോഗിക്കുന്ന മനുഷ്യരൊക്കെ നോർമലായിട്ട് ജീവിക്കുന്നവരുണ്ട്. അതൊക്കെ വളരെ എമൗണ്ട് കുറവോ അങ്ങനെയൊക്കെയുള്ള വളരെ കൺട്രോൾഡ് ഡ്രിങ്കിങ് ഒക്കെ ഉള്ളതൊക്കെ ഉണ്ട്. ആക്ച്വലി അവർ അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല.
എന്തെന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു 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 കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ലിക്കർ ഓർ എനി കൈൻഡ് ഓഫ് സബ്സ്റ്റൻസ്. അത് ഡ്രഗ് ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, ഇതെല്ലാം അഫക്റ്റ്. എന്തെങ്കിലും സുഖം തോന്നുന്നുണ്ടോ ഇത് കുടിക്കുമ്പോൾ? അത് എന്ത് ഡ്രിങ്ക് കുടിച്ചാലും അത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്ന്. അപ്പോൾ ഒന്ന് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നു, രണ്ട് നമ്മുടെ ബോഡി അഫക്റ്റ് ചെയ്യും. ഇതൊരു ഡ്രിങ്ക് ആണല്ലോ, ഇതൊരു വെള്ളമാണല്ലോ. അപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം അരിക്കുന്ന ഇതിനെ കിഡ്നി ഇപ്പം പോലെ ഇതിങ്ങനെ ഇത് അരിക്കുമ്പോൾ ഇതിന് ആസിഡാണ് ആക്ച്വലി. ആസിഡ് കുടിച്ചാൽ കിഡ്നി ഫങ്ഷൻസിനെ അഫക്റ്റ് ചെയ്യും, ലിവറിനെ അഫക്റ്റ് ചെയ്യും, മറ്റ് പല ബോഡി പാർട്സിനെ. ഇത് എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം അഫക്റ്റ് ചെയ്യപ്പെടും. സ്റ്റൊമക്കിനെ അഫക്റ്റ് ചെയ്യും. നമ്മൾ കഴിക്കുന്ന നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് ദഹിക്കാനുള്ള ഒന്നും ഇല്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതല്ലേ നമ്മുടെ ടൊബാക്കോയുടെ മുകളിൽ എഴുതി വെച്ചിട്ടില്ലേ, ഇറ്റ് ബ്രിങ്സ് ക്യാൻസർ, ടൊബാക്കോ കോസസ് ക്യാൻസർ. എന്നിട്ടാണല്ലോ നമ്മളിങ്ങനെ വലിക്കുന്നത്. സെയിം വേ എല്ലാ മദ്യത്തിന്റെയും മുകളിൽ എഴുതി വെച്ചിട്ടില്ലേ, എല്ലാ മദ്യത്തിന്റെയും ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അറിഞ്ഞുകൊണ്ടാണ് അത് അഡിക്ഷൻ എന്ന് പറയുന്നത്. അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പം ലിവർ, നമ്മുടെ ഈ പറഞ്ഞ ബയോളജിക്കൽ പാർട്സിനൊക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ മുഴുവൻ അഫക്റ്റ് ചെയ്യും. നിങ്ങളുടെ വിശപ്പ് കുറയും, ചിലപ്പോൾ വിശപ്പ് കൂടും. ഇതിൻ്റെ എല്ലാം താളം തെറ്റിക്കും. ഒന്ന് ബ്രെയിനിൻ്റെ താളം തെറ്റിക്കും, നെർവസ് സിസ്റ്റത്തെ മുഴുവൻ അഫക്റ്റ് ചെയ്യും. അതാണ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ. ബ്രെയിൻ മാത്രമല്ല, എവറി നെർവസ് സിസ്റ്റം തളർച്ച അനുഭവപ്പെടും, അല്ലെങ്കിൽ ഉത്തേജനം അനുഭവപ്പെടും. ഉത്തേജനം പോയി കഴിയുമ്പം വീക്കായിട്ട് അനുഭവപ്പെടും. ഡൈജസ്റ്റീവ് സിസ്റ്റം മുഴുവൻ, ദഹന പ്രക്രിയ മുഴുവൻ അഫക്റ്റ് ചെയ്യപ്പെടും. അത് ഡിപ്പെൻഡ് ആവും ഇതുമായിട്ടുള്ള കാര്യം. ഇതിൽ കെമിക്കലാണല്ലോ. ഇങ്ങനെയൊക്കെയാണ് ബോഡി അഫക്റ്റ് ചെയ്യപ്പെടുക, ശരീരത്തെ അഫക്റ്റ് ചെയ്യപ്പെടുക. ഇത് നമ്മുടെ ദഹനക്കുറവ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എങ്ങനെ മനസ്സിനെ അഫക്റ്റ് ചെയ്യും? ഒന്ന് ബ്രെയിൻ, രണ്ട് ബോഡി, അടുത്തത് മനസ്സ്. ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാകും, ഡിപ്രഷൻ ഉണ്ടാകും, ആളുടെ കൺട്രോൾ മുഴുവൻ പോകും. കാര്യം ബ്രെയിനിനെ അഫക്റ്റ് ചെയ്താണല്ലോ. മനസ്സിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ ഉത്കണ്ഠ, ആകുലത, ഇതെല്ലാം ഉണ്ടാകും. അതാണ് അടുത്ത മനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ താളം തെറ്റും. അപ്പോൾ ഇതൊരു മാനസിക രോഗമാണ്, ഇതൊരു ബയോളജിക്കൽ ഡിസീസാണ്. മൂന്ന്, ഇതൊരു ഫാമിലി ഡിസീസാണ്, കുടുംബ രോഗമാണ്. താങ്കൾ മദ്യപിച്ചാൽ ആരെയൊക്കെ അഫക്റ്റ് ചെയ്യും? ഭാര്യ അഫക്റ്റ് ചെയ്യും, കുഞ്ഞുങ്ങളെ അഫക്റ്റ്. അതെന്നെ അഫക്റ്റ് ചെയ്യുന്നത് അവരുടെ മാനസിക ധൈര്യം പോകും, അവരുടെ വിദ്യാഭ്യാസത്തെ അഫക്റ്റ് ചെയ്യും. നിങ്ങൾ വന്ന് അടിപിടി ഉണ്ടാക്കും അല്ലേ, ബഹളം വെക്കുന്നു, അടിപിടി ഉണ്ടാക്കുന്നു. അത് കുഞ്ഞുങ്ങളുടെ പഠനത്തെ ബാധിക്കും, ഭാര്യയുടെ ജീവിതത്തെ ബാധിക്കും, സെക്ഷൽ ലൈഫിനെ ബാധിക്കും, കുടുംബജീവിതത്തിന്റെ അടിത്തറ ഇളക്കും, പേരൻസുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിയും, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ആയിട്ട് മാറും. പിന്നെ ഈ പണം മുഴുവൻ പോവല്ലേ, പണം മുഴുവൻ അങ്ങ് ഒരിടത്തോടെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുകയല്ലേ പണം. അപ്പം പണം ഇല്ലാതാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവി ഇല്ലാതായിട്ട് മാറും, ഭാര്യയുടെ ഭാവി ഇല്ലാതായിട്ട് മാറും, വീട് വെക്കാൻ പറ്റാതെയായിട്ട് മാറും. സോ യു വിൽ ഡ്രോപ്പ് ഡൗൺ. അങ്ങനെയാണ് കുടുംബ രോഗമായിട്ട് മാറുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള കുഞ്ഞുങ്ങളായിട്ട് വളരും. അവർക്ക് ധൈര്യം ഉണ്ടാവത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, മറ്റു പല കാര്യങ്ങളുണ്ടാവും. ഭാര്യ അങ്ങനെ തന്നെ, സമാധാനം ഇല്ലാത്ത കുടുംബം. അതാണ് ഇറ്റ് ഇസ് എ ഫാമിലി ഡിസീസ്. മൂന്ന്, ഇറ്റ്സ് എ സോഷ്യൽ ഡിസീസ് അല്ലേ. ഇത് നിങ്ങളെ കണ്ടു പഠിക്കുക മറ്റുള്ളവർ, അപ്പം അവരും കുടിക്കുന്നു. സോ ഇറ്റ് ഇസ് ബിക്കമിങ് എ സോഷ്യൽ ഈവിൾ ബേസിക്കലി. അതുകൊണ്ട് സമൂഹം പറഞ്ഞിരിക്കുന്നത് നോ ഡ്രിങ്കിങ്. ഇന്ന് ലോകം മുഴുവൻ എല്ലായിടത്തും പറയുന്നത് അതുകൊണ്ടാണ്. ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. So, one, it's a social disease, it's a biological disease, it is a mental disease, or it will become mental disease, it will become biological disease. പിന്നെ തീർച്ചയായിട്ടും സ്പിരിച്വൽ, it affects our spirituality, prayer life, church going, family prayer, caring of children, lot of things. So it affects everywhere. So we are fighting against madhyapanam, or we are fighting against drinking habit. It is killing our society. അതാണ് ഇൻ ജനറൽ മദ്യപാനത്തെ പറ്റി പറയാനുള്ളത്. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സർവശക്തനായ ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.